അടുത്ത ഒരു ഇഷ്യൂ ഉണ്ട്, അതാണ് പൂരം. ഈ പൂരം കലക്കി എന്നുള്ള പോയിൻ്റ് എം.ആർ. അജിത് കുമാർ അതിൻ്റെ ഗൂഢാലോചന, എം.ആർ. അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടു. ഈ സാധനം തൊടുത്തു വിട്ടതും അൻവറാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പൂരം കഴിഞ്ഞിട്ട് എത്രയോ നാളായി, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആരും ഒരു ഗൂഢാലോചനയും പൂരം കലക്കലും ഒന്നും കൊണ്ടു നടന്നില്ല. അൻവർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസും CPIയും ഒക്കെ എണീറ്റു അതിന് പിന്നാലെ. എനിക്കതാ മനസ്സിലാകാത്ത, ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് ഇവരിറങ്ങും. എന്ത് ഗൂഢാലോചന? ദത്താത്രേയ ഹൊസബളയെ കാണുന്നത് ഒരു വർഷം മുമ്പാണ്. അടുത്ത വർഷത്തെ പൂരം കലക്കാൻ ഇപ്പോഴേ തന്നെ ADGP പ്ലസ് സംഘത്തിൻ്റെ നമ്പർ 2 ആയ ദത്താത്രേയ ഹൊസബളെ തൃശ്ശൂർ വെച്ച് ഗൂഢാലോചന നടത്തുന്നു. ഗൂഢാലോചന നടത്തുന്നത് വേറൊരാളിൻ്റെ വണ്ടിയിൽ കയറിപ്പോയിട്ടല്ലേ ഗൂഢാലോചന നടത്തുന്നത്. ഈ ഗൂഢാലോചന സിദ്ധാന്തം പെട്ടെന്ന് വിറ്റഴിഞ്ഞു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടുപേരും തോറ്റതിന് ഒരു ന്യായമായ കാരണം അവർക്ക് പറയാനില്ല. സുനിൽകുമാറാണെങ്കിലും മുരളീധരനാണെങ്കിലും. മുരളീധരൻ്റെ തോൽവിയെപ്പറ്റി KPCC ഒരു അന്വേഷണം നടത്തിയൊരു റിപ്പോർട്ട് കോൺഗ്രസിൻ്റെ കക്ഷത്തിരിപ്പുണ്ട്. അതവർ പുറത്തു വിടുന്നുമില്ല. ആ റിപ്പോർട്ടിൽ പോലും പൂരം കലക്കി എന്നൊരു ഗൂഢാലോചനയോ സംഗതിയോ ഒന്നുമില്ല. അവരുടെ വോട്ട് ചോർന്നതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അവരത് പബ്ലിക്കാക്കിയിട്ടുമില്ല. സുനിൽകുമാർ ഗൂഢാലോചന എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് എന്താ? സുനിൽകുമാർ പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് തന്നെയാണല്ലോ, വലിയ റിപ്പോർട്ട്, 1500 പേജുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ കഥയില്ല, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്ത് ഗൂഢാലോചന എന്ന് ഇനി സുനിൽകുമാർ പറയണം. അജിത് കുമാർ പറയുന്നു ഇതിൽ ഗൂഢാലോചനയൊന്നുമില്ല, സംഗതി അലമ്പായി എന്നുള്ളത് സത്യമാണ്. അത് അങ്കിത് അശോകിൻ്റെ പിടിപ്പുകേടാണ്. അതിൽ സംഭവിച്ചാണ്. നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, കമ്മിറ്റിയോട് പറഞ്ഞില്ല, അമ്പല കമ്മിറ്റിക്കാരോട് പറഞ്ഞില്ല, പൊതുജനങ്ങളിൽ അനാവശ്യമായിട്ട് ബലം പ്രയോഗിച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ട് അലമ്പായിപ്പോയതാണ്. ഇതാണ് അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൻ്റെ സാരം. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കാണുള്ളത്. ആ റിപ്പോർട്ട് പറ്റില്ല, അടുത്ത ആൾ അന്വേഷിക്കും, CBI അന്വേഷിക്കണം, അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. തിരുവമ്പാടി ദിവസം ഇൻ്റർപോൾ അന്വേഷിക്കണം. ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവണില്ല. ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഡയറക്ട്ലി സുനിൽകുമാറും മുരളീധരനും സമ്മതിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക്, ക്ഷേത്ര ആചാരങ്ങൾക്ക്, ക്ഷേത്രോത്സവങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ BJP ആണ് രക്ഷിക്കാനുള്ളത് എന്ന് പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ടെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നുമാണ് ഈ പറഞ്ഞു വരുന്നത്, ഇല്ലേ? അതെ. അതല്ലെങ്കിൽ പൂരം കലങ്ങിയെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കലക്കിയെന്ന് വയ്ക്കുക. സുനിൽകുമാറിന് അവനോട് ജനങ്ങൾക്ക് ശത്രുത തോന്നുന്ന കാര്യം എന്താ? പൂരം കലക്കിയോ, കാണിച്ചു തരാം അവിടെ ഞാൻ. ഇങ്ങനൊരു ശത്രുതയുണ്ടോ? എന്നിട്ട് അത് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നത് എന്തിനാ? അതെ, സുരേഷ് ഗോപി എന്താ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കുന്ന ആളോ? അപ്പോൾ ഒരു കാര്യം ഇവർ സമ്മതിക്കുന്നു, കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ഉണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ തൊട്ട് കളിച്ചാൽ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യും. കാരണം LDFും UDFും ഹിന്ദു വിരുദ്ധരാണ് എന്ന് ജനത്തിനറിയാം, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും LDFിന് UDFിന് വോട്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? പലവിധ ലോക്കൽ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നാഷണൽ കാരണങ്ങൾ കൊണ്ട്. ആളുകൾ സിംഗിൾ പോയിൻറ്റിൽ വോട്ട് ചെയ്യാറില്ല. സിംഗിൾ പോയിൻ്റ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പിലും ഉയർന്നു വരാറുമില്ല. പ്രത്യേകിച്ച് ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ പല അനലിസ്റ്റുകളും അത് പറയുന്നുണ്ട്. സിംഗിൾ പോയിൻ്റ് ക്യാമ്പയിൻ ഇല്ലാത്തതുകൊണ്ടാണ് BJPയുടെ സീറ്റുകൾ കുറഞ്ഞത്. ത്രൂ ഔട്ട് ദ നേഷൻ ഒരു പോയിൻ്റ് വേണമല്ലോ, ഓൺ വിച്ച് ദ ഹോൾ ഇലക്ടറേറ്റ് വിൽ റിവോൾവ്. അങ്ങനൊരു പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ഷീണം തട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനൊരു പോയിൻ്റ് ഇല്ല. സാധാരണഗതിയിൽ ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ബട്ട് തൃശ്ശൂർ മാത്രം ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടായി. ആ സിംഗിൾ പോയിൻറ്റിൻ്റെ ബെനിഫിറ്റ് BJPക്ക് കിട്ടി. എന്തുകൊണ്ട് BJPക്ക് കിട്ടി? നിങ്ങൾ രണ്ടുപേരും ഹിന്ദു വിരുദ്ധരാണ്, നിങ്ങൾ പൂരം കലക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് എന്ന് ഹിന്ദുക്കൾക്ക് ബോധ്യം വന്നു. ഞാൻ ഈ പറയുന്ന കാര്യം സുനിൽകുമാറും മുരളീധരനും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസവും. പൂരം കലക്കിയപ്പോൾ ഞാൻ തോറ്റുപോയി, പൂരം കലക്കിയെങ്കിൽ താൻ തൊക്കേണ്ട കാര്യം എന്താ?
എന്താ തോക്കാൻ കാര്യം? ഹിന്ദു വോട്ട് സുരേഷ് ഗോപിക്ക് പോയി. ഇതാണല്ലോ ഇത്. മാർക്സിസ്റ്റ് പാർട്ടിക്കും അറിയാം. അവരുടെ വിലയിരുത്തൽ ഒഫീഷ്യലി പുറത്തു വന്നല്ലോ. ഹിന്ദു വോട്ട് വ്യാപകമായിട്ട് കേരളം മൊത്തം ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കുറച്ച് കോൺഗ്രസ്സിനും പോയി. ഇതാണ് കോൺഗ്രസ് ഇത്രയധികം ജയിക്കാനും ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാനും ബി ജെ പിക്ക് കിട്ടിയതിൻ്റെ വോട്ട് ശതമാനം കൂടാനും ഒക്കെ കാരണം ഇതാണ്. ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് പിടുത്തം അവരെ അമ്പരപ്പിച്ച് കളഞ്ഞു. ആലപ്പുഴ CPM-ൻ്റെ അഡ്ഡയാണല്ലോ, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലവുമാണ്. ആ ഒറ്റ ഉദാഹരണം വെച്ചിട്ട് അവർക്ക് ഇത് മനസ്സിലായി. അവരുടെ ഹിന്ദു ബേസ് തകർന്നു. അത് ഉടൻ തന്നെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമാകും. ഇപ്പോൾ ഇത് ബി ജെ പിക്കും ഉണ്ട് ഇതിലൊരു കുഴപ്പം. ഇപ്പോൾ നോക്കിക്കോ, MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് വന്നു. ബി ജെ പിയുടെ അഭിപ്രായം എന്താ? ആ റിപ്പോർട്ട് ശരിയാണെന്നാണോ? ശരിയാണെന്ന് പറഞ്ഞാൽ ബി ജെ പി CPM കൂട്ടുകെട്ടിന് തെളിവായിട്ട് മാറും. ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ വിശ്വാസമില്ല, അപ്പോൾ പിന്നെ വേറെ എന്താ അന്വേഷിക്കണം? നിങ്ങൾ കൊണ്ടുപോകുക CBI എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ബി ജെ പി ഡിഫെൻസീവിലാവും. അതാണ് കെണി. ഈ CPI CPM രണ്ട് തട്ടിൽ നിൽക്കുകയാണ് ഈ റിപ്പോർട്ടിനെ ചൊല്ലി. CPM ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു, CPI റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. ബി ജെ പി ഇതിനെ അംഗീകരിച്ചാൽ CPM-ൻ്റെ കൂടെയാകും, അംഗീകരിച്ചില്ലെങ്കിൽ CPI-യുടെ കൂടെയാകും, കൂടുതൽ കുഴപ്പത്തിലാവും. ഇതാണ് ബി ജെ പി ഈ പൂരത്തിൽ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു കുഴപ്പം.